നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് നാഷണൽ സിംബൽസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, പാർട്ട് 1. ഔദ്യോഗിക നാമം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം. ഇന്ത്യയുടെയും ഭാരതത്തിൻ്റെയും ഔദ്യോഗിക നാമങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉപയോഗിക്കുന്നു. സിന്ധു നദിക്കപ്പുറമുള്ള പ്രദേശത്തെ പരാമർശിക്കുന്ന ക്ലാസിക്കൽ ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് ഉരുത്തിരിഞ്ഞത്. പുരാതന ഹിന്ദു സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഭാരതം എന്ന പദവും നിരവധി ഇന്ത്യൻ ഭാഷകൾ ഉപയോഗിക്കുന്നു. വേദസാഹിത്യത്തിൽ ഭരതഗോത്രത്തെ പരാമർശിക്കാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു വലിയ പ്രദേശത്തെ പ്രതിനിധീകരിക്കാൻ ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് BC 1-ാം നൂറ്റാണ്ടിലാണ്. ഭരത രാജാവ് ഭരിച്ചിരുന്ന ഭരതവർഷ മേഖലയിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ തിളങ്ങുന്നവൻ എന്നാണ്. ചരിത്രപരമായ പേരിൻ്റെ ആധുനിക വിവർത്തനം ഭരണഘടനയിൽ പരാമർശിച്ചതിന് ശേഷം 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഭാരതം ഇന്ത്യയുടെ പ്രാദേശിക നാമമായി മാറി. ദേശീയ പതാക ത്രിവർണ പതാക. ലോകത്തിലെ എല്ലാ സ്വതന്ത്ര രാജ്യങ്ങൾക്കും അതിൻ്റേതായ പതാകയുണ്ട്. 1947 ഓഗസ്റ്റ് 15-ന് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 1947 ജൂലൈ 22-ന് നടന്ന ഭരണഘടനാ അസംബ്ലിയുടെ യോഗത്തിലാണ് ഇന്ത്യയുടെ ദേശീയ പതാക അതിൻ്റെ ഇന്നത്തെ രൂപത്തിൽ അംഗീകരിച്ചത്. ഇത് ഇന്ത്യയുടെ ഡൊമിനിയൻ്റെ ദേശീയ പതാകയായി പ്രവർത്തിച്ചു. 1947 ഓഗസ്റ്റ് 15-നും 1950 ജനുവരി 26-ന് ഇടയിലും അതിനുശേഷം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടേതും. ഇന്ത്യയിൽ ത്രിവർണ എന്ന പദം ഇന്ത്യൻ ദേശീയ പതാകയെ സൂചിപ്പിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ പതാക തുല്യ അനുപാതത്തിൽ മുകളിൽ കുങ്കുമം. ഇത് രാജ്യത്തിൻ്റെ ശക്തിയും ധൈര്യവും സൂചിപ്പിക്കുന്നു. നടുവിൽ വെള്ള ധർമ്മചക്രത്തോടു കൂടിയ സമാധാനത്തെയും സത്യത്തെയും സൂചിപ്പിക്കുന്നു. താഴെ കടുംപച്ച ഭൂമിയുടെ ഫലപുഷ്ടത, വളർച്ച, ഐശ്വര്യം എന്നിവ സൂചിപ്പിക്കുന്നു എന്നീ തിരശ്ചീനമായ ത്രിവർണങ്ങളുണ്ട്. പതാകയുടെ വീതിയും നീളവും തമ്മിലുള്ള അനുപാതം 2-3 ആണ്. വെളുത്ത ബാൻഡിൻ്റെ മധ്യഭാഗത്ത് നേവി ബ്ലൂ നിറത്തിൽ ഒരു ചക്രമുണ്ട്. BC 3-ാം നൂറ്റാണ്ടിലെ മൗര്യ ചക്രവർത്തി അശോകൻ നിർമ്മിച്ച സാരാനാഥ് ലയൺ ക്യാപിറ്റലിലെ നിയമത്തിൻ്റെ ചക്രം എന്ന ധർമ്മചക്രം ദേശീയ പതാകയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ചലനത്തിൽ ജീവിതവും സ്തംഭനാവസ്ഥയിൽ മരണവും ഉണ്ടെന്ന് കാണിക്കുകയാണ് ഈ ചക്രം. ഇതിൻ്റെ വ്യാസം വൈറ്റ് ബാൻഡിൻ്റെ വീതിയോട് ഏകദേശം തുല്യമാണ്. കൂടാതെ ഇതിന് 24 അരക്കാലുകൾ ഉണ്ട്. 2002 ജനുവരി 26-ന് ഇന്ത്യൻ പതാക കോഡ് പരിഷ്കരിക്കുകയും സ്വാതന്ത്ര്യം ലഭിച്ച് നിരവധി വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പൗരന്മാർക്ക് അവരുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ഫാക്ടറികൾക്ക് മുകളിൽ ദേശീയ ദിനങ്ങളിൽ മാത്രമല്ല ഏത് ദിവസവും ഇന്ത്യൻ പതാക ഉയർത്താൻ അനുവദിച്ചു. ത്രിവർണ പതാകയോടുള്ള അനാദരവ് ഒഴിവാക്കാൻ പതാക നിയമത്തിലെ വ്യവസ്ഥകൾ കർശനമായി പാലിക്കുന്നിടത്തോളം കാലം ഇന്ത്യക്കാർക്ക് എവിടെയും ഏത് സമയത്തും അഭിമാനത്തോടെ ദേശീയ പതാക പ്രദർശിപ്പിക്കാൻ കഴിയും. സൗകര്യാർത്ഥം ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോഡിൻ്റെ 1-ാം ഭാഗം ദേശീയ പതാകയുടെ പൊതുവായ വിവരണം ഉൾക്കൊള്ളുന്നു. 2-ാം ഭാഗം പൊതു സ്വകാര്യ സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതലായവയിലെ അംഗങ്ങൾ ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതിന് നീക്കിവച്ചിരിക്കുന്നു. 3-ാം ഭാഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അവരുടെ സംഘടനകളും ഏജൻസികളും ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2002 ജനുവരി 26-ലെ നിയമനിർമ്മാണത്തെ അടിസ്ഥാനമാക്കി പതാക എങ്ങനെ പറത്തണം എന്നതിന് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട്. ഈ നിയമപ്രകാരം ചെയ്യേണ്ടത്
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് സ്കൂളുകൾ, കോളേജുകൾ, സ്പോർട്സ് ക്യാമ്പുകൾ, സ്കൗട്ട് ക്യാമ്പുകൾ മുതലായവ പതാകയോടുള്ള ആദരവ് വർദ്ധിപ്പിക്കുന്നതിന് ദേശീയ പതാക ഉയർത്താം. സ്കൂളുകളിൽ പതാക ഉയർത്തുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പൊതു അല്ലെങ്കിൽ ഒരു സ്വകാര്യ സംഘടന അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അംഗം എല്ലാ ദിവസങ്ങളിലും എല്ലാ അവസരങ്ങളിലും ദേശീയ പതാക ഉയർത്തുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാം. ആചാരപരമായ അല്ലെങ്കിൽ ദേശീയ പതാകയുടെ അന്തസ്സിനും ബഹുമാനത്തിനും അനുസൃതമായി പുതിയ കോഡിൻ്റെ സെക്ഷൻ 2 എല്ലാ സ്വകാര്യ പൗരന്മാർക്കും അവരുടെ പരിസരത്ത് പതാക ഉയർത്താനുള്ള അവകാശം അംഗീകരിക്കുന്നു. ചെയ്യരുതാത്ത കാര്യങ്ങൾ: സാമുദായിക നേട്ടങ്ങൾക്കോ വസ്ത്രധാരണത്തിനോ വസ്ത്രങ്ങൾക്കോ പതാക ഉപയോഗിക്കാനാവില്ല. കഴിയുന്നിടത്തോളം കാലാവസ്ഥ പരിഗണിക്കാതെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ പതാക പറക്കണം. പതാകയെ മനഃപൂർവ്വം നിലത്തോ തറയിലോ തൊടാനോ വെള്ളത്തിൽ തൊടാനോ അനുവദിക്കാനാവില്ല. വാഹനങ്ങൾ, ട്രെയിനുകൾ, ബോട്ടുകൾ അല്ലെങ്കിൽ വിമാനങ്ങൾ എന്നിവയുടെ ഫുട് മുകൾ ഭാഗം വശങ്ങളിലോ പിൻവശത്തോ പതാക ഉപയോഗിച്ച് പൊതിയരുത്. പതാകയേക്കാൾ ഉയരത്തിൽ മറ്റൊരു കൊടിയോ ബണ്ടിങ്ങോ സ്ഥാപിക്കാൻ പാടില്ല. കൂടാതെ പുഷ്പങ്ങളോ മാലകളോ ചിഹ്നങ്ങളോ ഉൾപ്പെടെയുള്ള ഒരു വസ്തുവും പതാകയിലോ മുകളിലോ സ്ഥാപിക്കാൻ പാടില്ല. ത്രിവർണ പതാക ഒരു ഫെസ്റ്റൂൺ, റോസ്റ്റ് അല്ലെങ്കിൽ ബണ്ടിങ് ആയി ഉപയോഗിക്കാൻ പാടില്ല. ദേശീയ മുദ്ര സിംഹമുദ്ര. സാരനാഥിലെ അശോകൻ്റെ സിംഹതലസ്ഥാനത്തിൻ്റെ രൂപാന്തരമാണ് ദേശീയ മുദ്ര. ഒറിജിനലിൽ വൃത്താകൃതിയിലുള്ള അബാക്കസിൽ 4 സിംഹങ്ങളുണ്ട്. അവ ഒരു മണിയുടെ ആകൃതിയിലുള്ള താമരയിൽ നിൽക്കുന്നു. ധർമ്മചക്രങ്ങൾ ഉപയോഗിച്ച് വേർപെടുത്തിയ ആന, കുതിക്കുന്ന കുതിര, കാള, സിംഹം എന്നിവയുടെ ഉയർന്ന രൂപത്തിലുള്ള ശില്പങ്ങൾ അബാക്കസിൻ്റെ ഫ്രെയിമിലുണ്ട്. അബാക്കസിൽ നിന്ന് 3 സിംഹങ്ങളും മധ്യഭാഗത്ത് ധർമ്മചക്രവും വലതുവശത്ത് ഒരു കാളയും ഇടതുവശത്ത് കുതിച്ചു കയറുന്ന കുതിരയും കാണിക്കുന്ന ലയൺ ക്യാപിറ്റലിൻ്റെ പ്രൊഫൈൽ, വലതുവശത്തും ഇടതുവശത്തും ധർമ്മചക്രങ്ങളുടെ രൂപരേഖകൾ എന്നിവ അടങ്ങുന്ന ചിത്രം 1950 ജനുവരി 26 ദേശീയ മുദ്രയായി അംഗീകരിച്ചു. മണിയുടെ ആകൃതിയിലുള്ള താമര ഒഴിവാക്കി. സത്യം മാത്രം ജയിക്കുന്നു എന്നർത്ഥം വരുന്ന സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ലയൺ ക്യാപിറ്റലിൻ്റെ പ്രൊഫൈലിന് താഴെ ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തു. ഈ ആപ്തവാക്യം ദേശീയ ചിഹ്നത്തിൻ്റെ ഭാഗമാണ്. ദേശീയ ആപ്തവാക്യം സത്യമേവ ജയതേ. ഹിന്ദു ഗ്രന്ഥമായ മുണ്ടക ഉപനിഷത്തിൽ നിന്നുള്ള ഒരു മന്ത്രത്തിൻ്റെ ഭാഗമാണ് സത്യമേവ ജയതേ, സത്യം മാത്രം ജയിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ തുടർന്ന് 1950 ജനുവരി 26 ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായ ദിനത്തിൽ ഇത് ഇന്ത്യയുടെ ദേശീയാപ്തവാക്യമായി അംഗീകരിക്കപ്പെട്ടു. ഇത് അശോകൻ്റെ സിംഹതലസ്ഥാനത്തിൻ്റെ അടിഭാഗത്ത് ദേവനാഗരി ലിപിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇത് ഇന്ത്യൻ ദേശീയ ചിഹ്നത്തിൻ്റെ ഭാഗമാണ്. എല്ലാ ഇന്ത്യൻ കറൻസികളുടെയും ദേശീയ രേഖകളുടെയും ഒരു വശത്ത് ദേശീയ ചിഹ്നവും സത്യമേവ ജയതേ എന്ന വാക്കുകളും ആലേഖനം ചെയ്തിട്ടുണ്ട്. ദേശീയ ഭാഷ. ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷ ഇല്ല. 28 സംസ്ഥാനങ്ങളുടെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും യൂണിയനായ ഇന്ത്യയിൽ 100 കണക്കിന് കിലോമീറ്ററുകൾക്ക് ശേഷം വ്യത്യസ്തമായ ഭാഷകളുടെ വിശാലമായ ശ്രേണിയുണ്ട്. ഭരണഘടന നിലവിൽ വന്ന കാലം മുതൽ ദേശീയ ഭാഷയെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യക്ക് ഒരു ദേശീയ ഭാഷയില്ല. നമ്മുടെ ഭരണഘടന ഒരു ഭാഷയ്ക്കും ദേശീയ ഭാഷാ പദവി നൽകിയിട്ടുമില്ല. ഹിന്ദിയെ ദേശീയ ഭാഷയായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങവേ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ 40% മാത്രം സംസാരിക്കുന്ന ഭാഷയാണ് ഹിന്ദി. അതിനാൽ ബാക്കിയുള്ള ഭൂരിഭാഗം ജനങ്ങൾക്കും ഇത് ഒരു പ്രശ്നമായി തീരും. കാരണം എല്ലാവരും ഹിന്ദി പഠിക്കേണ്ടതുണ്ട്. ഇത് എളുപ്പത്തിൽ സാധ്യമല്ല.
ദേശീയ സർക്കാരിൻ്റെ ആശയവിനിമയത്തിനായി 2 ഔദ്യോഗിക ഭാഷകൾ ഹിന്ദി ബെൽറ്റിലെ സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഇംഗ്ലീഷ് അസോസിയേറ്റ് സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തുമ്പോൾ ഉപയോഗിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 343 പ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഭരണഘടനയിൽ അസമീസ്, ബംഗാളി, ബോഡോ, ഡോഗ്രി, ഗുജറാത്തി, ഹിന്ദി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മൈഥിലി, മലയാളം, മണിപ്പൂരി, മറാത്തി, നേപ്പാളി, ഒഡിയ, പഞ്ചാബി, സംസ്കൃതം, സന്താലി, സിന്ധി, തമിഴ്, തെലുങ്ക്, ഉറുദു എന്നീ 22 ഔദ്യോഗിക ഭാഷകൾ അടങ്ങിയ ഒരു ലിസ്റ്റും ഉണ്ട്. ഈ ഭാഷകൾക്ക് ഔദ്യോഗിക ഭാഷാ കമ്മീഷനിലെ പ്രാതിനിധ്യത്തിന് അർഹതയുണ്ട്. കൂടാതെ ദേശീയ സർക്കാർ സേവനത്തിനായി നടത്തുന്ന പരീക്ഷയിലെ ഉദ്യോഗാർത്ഥിക്ക് ഈ ഭാഷകൾ ഏതിലെങ്കിലും പരീക്ഷ എഴുതാവുന്നതാണ്. ദേശീയ ഗാനം ജനഗണമന. 1911 ഡിസംബർ 11 രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിൽ 5 ശ്ലോകങ്ങളിലായി രചിച്ച ഭാരോദോ ഭാഗ്യോ വിധാത എന്ന ബ്രഹ്മോഗീതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകമാണ് ജനഗണമന. ഈ ഗാനത്തിൻ്റെ ആദ്യ വാക്യം ബഹുസ്വരതയുടെ ആത്മാവ്, നാനാത്വത്തിൽ ഏകത്വം എന്നീ ആശയങ്ങൾ മനോഹരമായി മുന്നോട്ട് വച്ചു. 52 സെക്കൻഡാണ് ഗാനത്തിൻ്റെ പൂർണ്ണ പതിപ്പ് ആലപിക്കാൻ എടുക്കുന്ന സമയം. ആദ്യത്തെയും അവസാനത്തെയും വരികൾ അടങ്ങുന്ന ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വ പതിപ്പ് ആലപിക്കാൻ എടുക്കുന്നത് ഏകദേശം 20 സെക്കൻഡാണ്. വരികൾ ഇപ്രകാരമാണ്: ജനഗണമന അധിനായക ജയ ഹേ, ഭാരത ഭാഗ്യവിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ, ജയ 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 ഹേ. 1911 ഡിസംബർ 27 കൽക്കട്ടയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൻ്റെ 2ാം ദിവസമാണ് ഈ കവിത പരസ്യമായി ചൊല്ലിയത്. 1912 ജനുവരിയിൽ ബ്രഹ്മസമാജത്തിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ തത്വബോധിനി പത്രികയിൽ ഈ ഗാനം പ്രസിദ്ധീകരിച്ചു. ഭാരത് ഭാഗ്യ വിധാത എന്നായിരുന്നു അതിൻ്റെ തലക്കെട്ട്. ടാഗോറിൻ്റെ മരുമകളായ സരളാദേവി ചൗധുറാണി 1912 കോൺഗ്രസ് അംഗങ്ങൾക്ക് മുമ്പിൽ ഈ ഗാനം ആലപിച്ചു. ടാഗോർ 1919 ഫെബ്രുവരി 28 ദി മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. മദനപ്പള്ളിയിലെ ബസന്റ് തിയോസഫിക്കൽ കോളേജ് അവരുടെ പ്രാർത്ഥനാ ഗാനമായി സ്വീകരിച്ച ഈ ഗാനത്തിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഇന്ന് വരെയും അവിടെ ആലപിച്ചു വരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1947 ഓഗസ്റ്റ് 14 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി അർദ്ധരാത്രിയിൽ ഒരു പരമാധികാര സമിതിയായി സമ്മേളിക്കുകയും അവിടെ ജനഗണമന എന്ന ഗാനം ആലപിക്കുകയും ചെയ്തു. മാത്രമല്ല 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചു. ദേശീയ ഗാനത്തിൻ്റെ പൂർണ്ണരൂപം ആലപിക്കുന്ന സന്ദർഭങ്ങൾ: സിവിൽ സൈനിക അഭ്യാസങ്ങൾ, ദേശീയ സല്യൂട്ട്, പരേഡുകൾ നടക്കുന്ന സമയങ്ങളിൽ, ഔപചാരിക സംസ്ഥാന പരിപാടികൾ, രാഷ്ട്രപതി എത്തുമ്പോൾ, രാഷ്ട്രപതി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപും ശേഷവും ആകാശവാണിയിൽ, ഗവർണർ അല്ലെങ്കിൽ ലഫ്റ്റനന്റ് ഗവർണർ ഔപചാരിക സംസ്ഥാന പരിപാടികൾ എത്തുമ്പോൾ, ദേശീയ പതാക പരേഡിൽ കൊണ്ടുവരുമ്പോൾ, റെജിമെൻ്റൽ നിറങ്ങളുടെ അവതരണ വേളയിലും, നാവികസേനയിൽ നിറങ്ങളുടെ ഹോസ്റ്റിങ്ങിനും, ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയ ഏതൊരു അവസരത്തിലും, സ്കൂളുകളിൽ ദേശീയ ദിനാചരണം ആരംഭിക്കുമ്പോൾ. ദേശീയ ഗാനത്തിൻ്റെ പെരുമാറ്റച്ചട്ടം: ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് തല ഉയർത്തി നിൽക്കണം. ദേശീയ ഗാനത്തിൻ്റെ പാരഡി അനുവദനീയമല്ല. ഒരു ബാൻഡ് ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ദേശീയ ഗാനം ആലപിക്കുന്നുവെന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ ആദ്യം ഡ്രമ്മിൻ്റെ ഒരു റോൾ നൽകണം. സ്ലോ മാർച്ചിൽ റോളിൻ്റെ ദൈർഘ്യം 7 പേസ് ആയിരിക്കണം. ദേശീയ പതാക ഉയർത്തുമ്പോൾ ദേശീയ ഗാനം ആലപിക്കണം. ഓട്ടിസം, സെറിബ്രൽ പാൾസി, മസ്കുലർ ഡിസ്ട്രോഫി,
ലോക്കോമോട്ടീവ് ഡിസെബിലിറ്റി, അതായത് വീൽ ചെയർ ബന്ധിപ്പിച്ചത്, ബുദ്ധിപരമായ വൈകല്യം അല്ലെങ്കിൽ പഠന വൈകല്യം, പാർക്കിൻസൺസ് രോഗം, പകൽ അന്ധത, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, കുഷ്ഠരോഗികൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും അഭിമുഖീകരിക്കുന്നവരെ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ദേശീയ ഗീതം വന്ദേ മാതരം. അവിഭക്ത ബംഗാളിൽ നിന്നുള്ള പ്രമുഖ ബംഗാളി എഴുത്തുകാരനും പത്രപ്രവർത്തകനും നോവലിസ്റ്റുമായ ബങ്കിം ചന്ദ്ര ചതോപാധ്യായയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം എഴുതിയത്. ഇത് ആദ്യം ബംഗാളി ഭാഷയിൽ കാവ്യാത്മക രൂപത്തിലാണ് എഴുതിയത്. ഇതിൽ കുറച്ച് സംസ്കൃതവും ചേർത്തിട്ടുണ്ട്. 1870 ബ്രിട്ടീഷ് ഇന്ത്യ കാലത്ത് ബങ്കിം ചന്ദ്ര ചതോപാധ്യായ തൻ്റെ ജനപ്രിയ നോവലായ ആനന്ദമഠത്തിൽ വന്ദേ മാതരം എന്ന ഗാനം ഉൾപ്പെടുത്തി. എല്ലാ ഇന്ത്യക്കാരെയും ഒന്നിപ്പിച്ചതും രാജ്യസ്നേഹം നിറയ്ക്കുന്നതുമായ ഒരു ഗാനം. പ്രമുഖ ബംഗാളി കവി രവീന്ദ്രനാഥ് ടാഗോർ 1896 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി CWCയുടെ സമ്മേളനത്തിൽ ഈ ഗാനം ആദ്യമായി ആലപിച്ചു. ഈ കമ്മിറ്റി പൂർണ്ണ ഭൂരിപക്ഷത്തോടെ വന്ദേ മാതരത്തിൻ്റെ ആദ്യ 2 വരികൾ ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചു. ഈ ദേശീയ ഗാനം ഇന്ത്യയെ ഒരു അമ്മയായി അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ ദേവതയായി സൂചിപ്പിക്കുന്നു. ഈ ദേവതയെ പലപ്പോഴും ബംഗാ മാത എന്നും ഭാരത് മാത എന്നും വിളിക്കാറുണ്ട്. വന്ദേ മാതരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വളരെ പെട്ടെന്ന് ഒരു ഐഡന്റിറ്റി നേടിക്കൊടുത്തു. ഈ ഗാനം ആദ്യം ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആലപിക്കപ്പെട്ടുവെങ്കിലും വൈകാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പശ്ചാത്തലത്തിൽ വലിയ പ്രാധാന്യം നേടി. 1905 ബംഗാൾ വിഭജന കാലത്ത് ഇത് കൂടുതൽ പ്രചാരത്തിലായി. മഹാനായ തത്വചിന്തകനും ദേശീയവാദിയുമായിരുന്ന ശ്രീ അരബിന്ദോ ഘോഷ് വന്ദേ മാതരത്തെ ബംഗാളിൻ്റെ ദേശീയ ഗാനമായി ടാഗ് ചെയ്തു. വന്ദേ മാതരത്തിൻ്റെ അതിരുകടന്ന പ്രാധാന്യം കാരണം ബ്രിട്ടീഷ് സർക്കാർ ആനന്ദമഠം എന്ന നോവലിനും വന്ദേ മാതരം എന്ന ഗാനത്തിനും നിരോധനം ഏർപ്പെടുത്തി. എന്നാൽ പൊതുസമൂഹം ഈ നിരോധനം പൂർണ്ണമായി നിഷേധിക്കുകയും പൊതുസ്ഥലങ്ങൾ ഇത് ആലപിച്ചതിന് നിരവധി തവണ ജയിലടയ്ക്കപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഭരണം അസാധുവാക്കുകയും ഇന്ത്യയുടെ ദേശീയ ഗീതമായി മുദ്രകുത്തുകയും ചെയ്തു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതിനു ശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗീതമായി 1950 ജനുവരി 24 വന്ദേ മാതരം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ശ്രീ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ പൗരന്മാരോട് ദേശീയ ഗീതത്തെ ദേശീയ ഗാനത്തിന് തുല്യമായി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ദേശീയ പ്രതിജ്ഞ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയോടുള്ള കൂറു പുലർത്തുന്ന പ്രതിജ്ഞയാണ് നമ്മുടെ ദേശീയ പ്രതിജ്ഞ. പൊതുപരിപാടികൾ, പ്രത്യേകിച്ച് സ്കൂളുകളിൽ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലും ഇത് സാധാരണയായി ഇന്ത്യക്കാർ ഒരേ സ്വരത്തിൽ ചൊല്ലുന്നു. മാത്രമല്ല, സ്കൂൾ പാഠപുസ്തകങ്ങളുടെ ആദ്യ പേജുകളിൽ കാണാവുന്നതാണ്. 1962 വിശാഖപട്ടണം ജില്ലാ ട്രഷറി ഓഫീസറായിരിക്കെ എഴുത്തുകാരനായ പൈഡിമാരി വെങ്കട സുബ്ബറാവു തെലുങ്ക് ഭാഷയിലാണ് ഈ പ്രതിജ്ഞ തയ്യാറാക്കിയത്. നൽഗൊണ്ട ജില്ലയിലെ അന്നേപർത്തി ഗ്രാമത്തിൽ നിന്നുള്ള അദ്ദേഹം മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നേറ്റി വിശ്വനാഥത്തിന് ഇത് സമർപ്പിച്ചു. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് PVG രാജു. 1963 വിശാഖപട്ടണത്തെ ഒരു സ്കൂളിലും പിന്നീട് ആ വർഷം മറ്റു പല സ്കൂളുകളിലും ഇത് ആദ്യമായി വായിക്കപ്പെട്ടു. അത് പിന്നീട് വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. 1964 ബാംഗ്ലൂരിൽ നടന്ന കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക ബോർഡ് അതിൻ്റെ ചെയർമാൻ MC ചഗ്ലയുടെ നേതൃത്വത്തിൽ സ്കൂളുകൾ പ്രതിജ്ഞ വായിക്കാനും അടുത്ത റിപ്പബ്ലിക് ദിനമായ 1965 ജനുവരി 26 ഈ സമ്പ്രദായം കൊണ്ടുവരാനും നിർദ്ദേശിച്ചു. സുബ്ബറാവുവിന് തൻ്റെ രചന ദേശീയ പ്രതിജ്ഞ എന്ന നിലയിൽ എത്തി എന്ന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ പാഠപുസ്തകത്തിൽ നിന്നും പ്രതിജ്ഞ വായിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം അറിഞ്ഞതെന്ന് പറയപ്പെടുന്നു. ദേശീയ വ്യക്തിത്വം. ഭാരത് മാത.
19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു മാതൃദേവതയായി ഭാരതത്തിൻ്റെ ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഭാരത് മാതാ എന്ന ആശയം ഉയർന്നു വന്നു. 1882 ബങ്കിം ചന്ദ്ര ചതോപാധ്യായയുടെ ആനന്ദമഠം എന്ന നോവലിന് ശേഷം ഈ പദത്തിന് പ്രചാരം ലഭിച്ചു. അതിൽ വന്ദേ മാതരം, അമ്മേ ഞാൻ നിന്നെ വണങ്ങുന്നു എന്ന ദേശഭക്തി ഗാനം ഉൾപ്പെടുന്നു. ഭാരതമാതയുടെ ആദ്യത്തെ അറിയപ്പെടുന്ന ചിത്രീകരണം 1905 അവനീന്ദ്രനാഥ് ടാഗോർ വരച്ച ചിത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അവളെ 4 കൈകളുള്ള ഒരു ഹിന്ദു ദേവതയായി കാണിക്കുന്നു. പ്രാദേശികവും ഭാഷാപരവും മതപരവുമായ വ്യത്യാസങ്ങൾക്കതീതമായി ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ജനസംഖ്യയുടെ ഏകീകൃത പ്രതീകമാണ് ഭാരത് മാത. ഈ ചിത്രം ദേശസ്നേഹത്തിൻ്റെയും രാജ്യത്തോടുള്ള ഭക്തിയുടെയും വികാരങ്ങൾ ഉണർത്തുന്നു. രാജ്യത്തോടുള്ള സ്നേഹത്തെ ഒരാളുടെ അമ്മയോടുള്ള സ്നേഹത്തോട് ഉപമിക്കുന്നു. നിരവധി ഇന്ത്യൻ സ്വാതന്ത്ര്യ നേതാക്കളുടെ സാംസ്കാരിക വേരുകൾ പ്രതിഫലിപ്പിക്കുന്ന ദേശീയ വികാരവുമായി ഈ ഹിന്ദു പ്രതിരൂപത്തെ സമന്വയിപ്പിക്കുന്നു. രാജ്യത്തെ ഒരു ദൈവിക മാതാവായി വ്യക്തിവൽക്കരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പിന്തുണ സമാഹരിക്കാൻ ഈ ആശയം സഹായിച്ചു. ഭാരത് മാത ആധുനിക ഇന്ത്യയിൽ ഒരു പ്രധാന ദേശീയ ചിഹ്നമായി തുടരുന്നു. ഇത് പലപ്പോഴും രാഷ്ട്രീയവും ദേശസ്നേഹവുമായ സന്ദർഭങ്ങളിൽ വിളിക്കപ്പെടുന്നു. ഒരു മതേതര രാഷ്ട്രത്തിൽ അതിൻ്റെ മതപരമായ അർത്ഥങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം ഈ ആശയം ചിലപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഭാരതമാതാവിനെ പലപ്പോഴും സാരിയിൽ ഒരു സ്ത്രീയായി ചിത്രീകരിക്കുന്നു. ചിലപ്പോൾ ഒരു പതാകയും പിടിച്ച് ഇന്ത്യയുടെ ഭൂപടത്തിൽ നിൽക്കുന്നു. ഭാരതമാതാവിനെ സമർപ്പിച്ചിരിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുടനീളമുണ്ട്. ആദ്യത്തേത് 1936 വാരണാസിയിൽ സ്ഥാപിച്ചു. ഈ ആശയം സാഹിത്യപരവും കലാപരവുമായ സൃഷ്ടിയിൽ നിന്ന് ശക്തമായ ദേശീയ ചിഹ്നമായി പരിണമിച്ചു. ദേശീയ നാണയം ഇന്ത്യൻ രൂപ. പണമിടപാടുകളുടെയും സാമ്പത്തിക മികവിൻ്റെയും കാര്യത്തിൽ ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യക്തിത്വത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രതീകമാണ് ഇന്ത്യൻ രൂപ. ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഇന്ത്യൻ ധാർമ്മികതയെ പ്രതിനിധീകരിക്കുന്നു. രൂപയുടെ ചിഹ്നം ദേവനാഗരി ലിപിയിലെ റായെയും റോമൻ തലസ്ഥാനമായ ആറിനെയും സംയോജിപ്പിച്ച് 2 സമാന്തര തിരശ്ചീന വരകൾ മുകളിൽ ഉണ്ട്. ഇത് ദേശീയ പതാകയും തുല്യ ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. 2010 ജൂലൈ 15 ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ രൂപയുടെ ചിഹ്നം തിരഞ്ഞെടുത്തു. സ്ഥിരതാമസക്കാരായ ഇന്ത്യൻ പൗരന്മാർക്കിടയിലുള്ള തുറന്ന മത്സരത്തിലൂടെ ധനമന്ത്രാലയത്തിന് ലഭിച്ച ആയിരക്കണക്കിന് കൺസെപ്റ്റ് എൻട്രികളിൽ നിന്നാണ് ഈ ചിഹ്നം തിരഞ്ഞെടുത്തത്. ബോംബെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഡിസൈനിങ്ങിൽ ബിരുദാനന്തര ബിരുദം നേടിയ തമിഴ്നാട് സ്വദേശിയായ ഉദയകുമാറാണ് ഇത് രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും. വിവിധ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും കമ്പ്യൂട്ടർ ഉപകരണങ്ങളും ഉപയോഗിച്ച് ഈ പുതിയ ഐഡൻറ്റിറ്റി നിർവചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന പ്രക്രിയ ഇതിനകം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യയിൽ 1, 2, 5, 10, 20 രൂപ എന്നീ മൂല്യങ്ങളിലാണ് നാണയങ്ങൾ പുറത്തിറക്കുന്നത്. 2011 ജൂൺ 30 മുതൽ 1, 2, 3, 5, 10, 20, 25 പൈസ എന്നീ മൂല്യങ്ങളിലുള്ള നാണയങ്ങൾ പ്രചാരത്തിൽ നിന്നും പിൻവലിച്ചു. അവ ഇനി നിയമപരമായ കറൻസി അല്ല. 10, 20, 50, 100, 200, 500 രൂപ മൂല്യങ്ങളിലുള്ള നോട്ടുകളാണ് നിലവിൽ ഇന്ത്യയിൽ പുറത്തിറക്കുന്നത്. അവ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്നതിനാൽ ഈ നോട്ടുകളെ ബാങ്ക് നോട്ടുകൾ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് നോട്ടുകൾ എന്ന് വിളിക്കുന്നു. 2, 5 രൂപ മൂല്യമുള്ള നോട്ടുകൾ ഇപ്പോൾ അച്ചടിക്കുന്നില്ല. കാരണം ഈ മൂല്യങ്ങൾ കാലഹരണപ്പെട്ടിരിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മഹാത്മാഗാന്ധി സീരീസിലുള്ള 500, 1000 രൂപ നോട്ടുകളുടെ നിയമപരമായ ടെൻഡർ പദവി 2016 നവംബർ 8 2652 നമ്പർ വിജ്ഞാപനത്തിലൂടെ സർക്കാർ പിൻവലിച്ചു. പരുത്തിയും കോട്ടൺ തുണിയും കറൻസി പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു.
ആദ്യമായി 1938 പിന്നീട് 1954 നിർമ്മിച്ച 10,000 രൂപ നോട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അച്ചടിച്ച ഏറ്റവും വലിയ മൂല്യമുള്ള നോട്ടായിരുന്നു. 1946 1978 ഈ നോട്ടുകൾ അസാധുവാക്കി. സമ്പദ് വ്യവസ്ഥയുടെ കറൻസി ആവശ്യകത നിറവേറ്റുന്നതിനായി 2016 നവംബറിൽ RBI 2000 രൂപ നോട്ട് അവതരിപ്പിച്ചു. 2018-19 മറ്റു മൂല്യങ്ങളുടെ നോട്ടുകൾ ആവശ്യത്തിന് ലഭിച്ചതോടെ 2000 രൂപയുടെ അച്ചടി നിർത്തി. ക്ലീൻ നോട്ട് പോളിസി അനുസരിച്ച് 2023 നവംബർ 7 മുതൽ 2000 രൂപ നോട്ട് മൂല്യമുള്ള നോട്ടുകൾ പ്രചാരത്തിൽ നിന്നും RBI പിൻവലിച്ചു. ദേശീയ കലണ്ടർ, ശകവർഷ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടറായ ശകവർഷ കലണ്ടർ ആരംഭിച്ചത് ശകയുഗത്തിൻ്റെ സ്ഥാപകനായ ശതവാഹന രാജവംശത്തിലെ രാജാവായ ശാലിവൻഹനാണെന്ന് കരുതപ്പെടുന്നു. ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ ചട്ടക്കൂടിന് സമാനമായി ശകവർഷ കലണ്ടറിന് 365 ദിവസവും 12 മാസവും ഉണ്ട്. ശകസംവത്സരത്തിൻ്റെ ആദ്യ മാസമായ ചൈത്രം മാർച്ച് 22 ആരംഭിക്കുന്നു. ഇത് അതിവർഷത്തിൽ മാർച്ച് 21 യോജിക്കുന്നു. ശകവർഷ കലണ്ടറിലെ 12 മാസങ്ങളും ഗ്രിഗോറിയൻ മാസങ്ങളും. ചൈത്രം മാർച്ച് 21 മുതൽ ഏപ്രിൽ 20 വരെ. വൈശാഖം ഏപ്രിൽ 21 മുതൽ മെയ് 21 വരെ. ജ്യേഷ്ഠം മെയ് 22 മുതൽ ജൂൺ 21 വരെ. ആഷാഢം ജൂൺ 22 മുതൽ ജൂലൈ 22 വരെ. ശ്രാവണം ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 22 വരെ. ഭാദ്രം ഓഗസ്റ്റ് 22 മുതൽ സെപ്റ്റംബർ 22 വരെ. ആശ്വിനം സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 22 വരെ. കാർത്തികം ഒക്ടോബർ 23 മുതൽ നവംബർ 21 വരെ. അഗ്രഹായനം നവംബർ 22 മുതൽ ഡിസംബർ 21 വരെ. പെഷം ഡിസംബർ 22 മുതൽ ജനുവരി 20 വരെ. മാഘം ജനുവരി 21 മുതൽ ഫെബ്രുവരി 19 വരെ. ഫാൽഗുനം ഫെബ്രുവരി 20 മുതൽ മാർച്ച് 20-21 വരെ. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ജൂലിയൻ കലണ്ടറിലെ 78 വർഷങ്ങളുമായി യോജിക്കുന്നുണ്ട്. ഈ കലണ്ടർ യുഗത്തെ ശാലിവാഹന ശകയുഗം അല്ലെങ്കിൽ മഹാശക്കര യുഗം എന്ന് വിളിക്കുന്നു. ശകയുഗം ശാലിവാഹന രാജാവിൻ്റെ പ്രധാന സൈനിക വിജയങ്ങളെ അനുസ്മരിക്കുന്നു. സോമരാജൻ്റെ ഉത്ഫഡകാവ്യ എന്ന കന്നഡ കൃതിയാണ് ശാലിവാഹന രാജാവും ശകയുഗവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആദ്യ സൂചന നൽകിയത്. ബാലി, ജാവ ദ്വീപുകളിലും ഇന്തോനേഷ്യൻ ഹിന്ദുക്കളും ശകവർഷ കലണ്ടർ ഉപയോഗിക്കുന്നു. ഗ്രിഗോറിയൻ കലണ്ടറിനൊപ്പം ശകവർഷ കലണ്ടറും ഗസറ്റ് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് റോയൽ ബംഗാൾ കടുവ. പാന്തിറ ടൈഗ്രിസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഈ കടുവയ്ക്ക് ഇരുണ്ട വരകളുള്ള കട്ടിയുള്ള മേൽക്കുപ്പായമുണ്ട്. ഇത് ശക്തിയുടെയും കൃപയുടെയും ചടുലതയുടെയും പ്രതീകമാണ്. റോയൽ ബംഗാൾ കടുവ ഗാംഭീര്യവും രാജകീയവും അതേസമയം ക്രൂരവുമാണ്. മാത്രമല്ല ഇത് ഇന്ത്യയിലെ ഏറ്റവും തിരിച്ചറിയാവുന്ന മാംസഭുക്കുകളിൽ ഒന്നാണ്. ഇന്ത്യയിലെ മറ്റു വന്യജീവികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന നിഗൂഢവും ആകർഷകവുമായ സ്വഭാവ സവിശേഷതകളാൽ ശ്രദ്ധേയമാണിവ. ഈ സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ് 1973 ഏപ്രിൽ ഇതിനെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്തത്. 1973 മാർച്ച് വരെ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു. രാജസ്ഥാനിലെ രൺതംബോർ, ഉത്തരാഖണ്ഡിലെ കോർബറ്റ്, കേരളത്തിലെ പെരിയാർ, സുന്ദർബൻസ് കണ്ടൽക്കാടുകൾ, മധ്യപ്രദേശിലെ കൻഹ, ഒഡീഷയിലെ സിംലിപാൽ തുടങ്ങിയ ഇടങ്ങളിൽ ഈ മൃഗത്തെ കാണാൻ സാധിക്കും. ഒരു ബംഗാൾ കടുവയുടെ ശരാശരി ആയുസ് 8 മുതൽ 10 വർഷം വരെയാണ്.
1973 ആയപ്പോഴേക്കും കടുവകളുടെ എണ്ണം വൻതോതിൽ കുറയാൻ തുടങ്ങി. തൽഫലമായി 1973 ഏപ്രിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഈ മൃഗത്തെ സംരക്ഷിക്കുന്നതിനായി പ്രോജക്ട് ടൈഗർ പദ്ധതി ആരംഭിച്ചു. കൈലാഷ് സംഗലയായിരുന്നു ഈ പദ്ധതിയുടെ ഉദ്ഘാടകൻ. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. കടുവയുടെ ആവാസ വ്യവസ്ഥ, വൈവിധ്യം എന്നിവ തിരിച്ചറിഞ്ഞ് ജൈവശാസ്ത്രപരമായി പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ എക്കാലവും പ്രകൃതി പൈതൃകമായി സംരക്ഷിച്ചുകൊണ്ട് ഇവയെ വംശനാശത്തിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് പ്രോജക്ട് ടൈഗർ ലക്ഷ്യമിടുന്നത്. നിലവിൽ പ്രോജക്ട് ടൈഗർ ഇന്ത്യയിലുടനീളമുള്ള 50 കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നു. ദേശീയ പക്ഷി ഇന്ത്യൻ മയിൽ. ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് പാവോ ക്രിസ്റ്റാറ്റസ് അല്ലെങ്കിൽ ലിനേയസ് എന്ന മയിൽ. ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമർ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന വലിയ പക്ഷിയാണ് മയിൽ. 1963 മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്തു. ഇന്ത്യൻ പാരമ്പര്യത്തിൽ മയിലിന് ദൈവശാസ്ത്രപരവും പുരാണപരവുമായ പ്രാധാന്യമുണ്ട്. കൂടാതെ പുരാതന ഇന്ത്യൻ കലയിലും വാസ്തുവിദ്യയിലും ഒരു പ്രൊജക്റ്റിംഗ് റെഫറൻസ് ആണിത്. ഇടിമുഴക്കത്തിൻ്റെയും മഴയുടെയും യുദ്ധത്തിൻ്റെയും ദൈവമായ ഇന്ദ്രൻ്റെ പ്രതിരൂപമായാണ് മയിലിനെ ഹിന്ദുമതത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972 മയിലുകൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നു. മയിലുകളെ പണ്ട് മുതൽ തന്നെ ഹിന്ദുക്കൾ വിശുദ്ധ പക്ഷികളായി ബഹുമാനിക്കുന്നു. പരമശിവന്റെ പുത്രനായ മുരുകൻ ഈ പക്ഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും ഉയരത്തിലുള്ള പുൽമേടുകളിലും വനങ്ങളിലും മനുഷ്യരുടെ വാസസ്ഥലങ്ങളിലും ഇവയെ കാണാൻ സാധിക്കും. മൗര്യ രാജവംശത്തിൻ്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യയെ സംസ്കൃതത്തിൽ മയിൽ മൊരുക്കളുടെയോ മയൂര പോശാഖയുടെയോ പുത്രനാണെന്ന് പറയപ്പെടുന്നു. IUCN റെഡ് ലിസ്റ്റ് പ്രകാരം മയിലുകളെ ഏറ്റവും കുറഞ്ഞ ആശങ്കയുള്ള പക്ഷിയായി കണക്കാക്കുന്നു. ഇന്ത്യൻ മയിലിൻ്റെ തൂവലുകൾ അതിമനോഹരമായ നീല പച്ചയാണ്. അതിൻ്റെ പിൻഭാഗത്തുള്ള ഡിസ്പ്ലേ തൂവലുകൾ വളരെ വിപുലവും അലങ്കാരവുമാണ്. ഓരോന്നിനും അവസാനം ഓരോ കണ്ണുണ്ട്. പെൺപക്ഷിയുടെ തൂവലുകൾ പച്ച, ചാര, വർണ്ണാഭമായ നീല എന്നിവയുടെ മിശ്രിതമാണ്. പച്ച കലർന്ന ചാര നിറമാണ് ഇവയിൽ ഏറ്റവും കൂടുതൽ. ഇണചേരൽ കാലത്ത് സ്ത്രീകളെ പുരുഷന്മാരിൽ നിന്നും വേർതിരിക്കുന്നത് നീളമുള്ള വാൽ തൂവലുകളുടെ അഭാവമാണ്. ബ്രീഡിംഗ് അല്ലാത്ത കാലത്ത് കഴുത്തിലെ പച്ച നിറം പുരുഷന്മാരുടെ നീലയ്ക്ക് വിപരീതമായി കാണപ്പെടുന്നു. മയിലിനത്തിലെ പുരുഷൻ പെണ്ണിനേക്കാൾ വർണ്ണാഭമായതാണ്. ഏകദേശം 200 നീളമേറിയ വെങ്കല പച്ചത്തൂവലുകൾ ഇവ ഫാനിനെ പോലെ വികസിപ്പിക്കും. അതൊരു മനോഹര കാഴ്ച തന്നെയാണ്. പെണ്ണിന് തവിട്ട് നിറമാണ്, ആണിനേക്കാൾ വളരെ ചെറുതുമാണ്. ഈ പക്ഷികളുടെ ശബ്ദം അത്ര മനോഹരമല്ല. ആൺമയിലിന് ശരാശരി 2.12 മീറ്റർ അല്ലെങ്കിൽ 7.3 അടി ഉയരമുണ്ട്. പീലി വിടർത്തുമ്പോൾ തൂവലുകൾക്ക് 107 സെൻറ്റിമീറ്റർ നീളം, അല്ലാത്തപ്പോൾ 42 സെൻറ്റിമീറ്റർ. കൂടാതെ ഏകദേശം 5 കിലോഗ്രാം ഭാരവുമുണ്ട്. പെൺമയിലുകൾക്ക് ഏകദേശം 86 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 34 ഇഞ്ച് നീളം, ഏകദേശം 3.4 കിലോഗ്രാം അല്ലെങ്കിൽ 7.4 പൗണ്ട് ഭാരവുമുണ്ട്. ആൺമയിൽ പീകോക്ക് എന്നും പെൺമയിൽ പീഹെൻ എന്നും അറിയപ്പെടുന്നു. ചരിത്രപരമായി മയിലുകളെ ഭക്ഷണത്തിനായി വളർത്തിയിരുന്നുവെങ്കിലും ഇവയെ വേട്ടയാടുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. ദേശീയ പൈതൃക മൃഗം ഇന്ത്യൻ ആന. ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി 2010 ഒക്ടോബർ 22 പ്രഖ്യാപിച്ചു. ഇന്ത്യൻ സംസ്കാരത്തിലും ചരിത്രത്തിലും ആനയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. ശക്തി, ജ്ഞാനം എന്നിവയുടെ പ്രതീകമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഓഗസ്റ്റ് 12 ലോക ഗജദിനമായി ആചരിക്കുന്നു. നൂറ്റാണ്ടുകളായി ആനകൾ ഇന്ത്യൻ പുരാണങ്ങളിലും നാടോടി കഥകളിലും മതപരമായ ചടങ്ങുകളിലും അവിഭാജ്യ ഘടകമാണ്. ഹിന്ദുമതത്തിൽ ആനയുടെ തലയുള്ള ദേവനായ ഗണേശനെ
പ്രതിബന്ധങ്ങളെ നീക്കുന്നവനായും ജ്ഞാനത്തിൻ്റെ ദൈവമായും ആരാധിക്കുന്നു. പുരാതന ഇന്ത്യൻ കലകളിലും ശില്പങ്ങളിലും സാഹിത്യത്തിലും ആനകളെ പലപ്പോഴും ചിത്രീകരിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൽ അവയുടെ പ്രാധാന്യം കാണിക്കുന്നു. ഇന്ത്യയിലെ വനങ്ങളുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ആനകൾ നിർണായക പങ്ക് വഹിക്കുന്നു. ഭക്ഷണശീലങ്ങളും ചലനരീതികളും കാരണം അവരെ ഇക്കോസിസ്റ്റം എഞ്ചിനീയർമാർ എന്ന് വിളിക്കുന്നു. ഇവയുടെ തീറ്റ സ്വഭാവം വിത്ത് വ്യാപനത്തിന് സഹായിക്കുന്നുണ്ട്. ഇതുവഴി വനങ്ങളുടെ പുനരുജ്ജീവനം സാധ്യമാകുന്നു. ആനകൾ തുമ്പിക്കൈ കൊണ്ട് നിലം തുരന്ന് വെള്ളക്കുഴികൾ സൃഷ്ടിക്കുന്നു. വരണ്ട കാലങ്ങളിൽ മറ്റു മൃഗങ്ങൾക്ക് ജലസ്രോതസ്സുകൾ ഇതുവഴി ലഭ്യമാകുന്നു. രാജ്യത്ത് ആനകളെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ വിവിധ സംരക്ഷണ സംരംഭങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. 1992 ആരംഭിച്ച പ്രോജക്റ്റ് എലിഫന്റ് ആനകളുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക, വേട്ടയാടൽ തടയുക, മനുഷ്യ ആന സംഘർഷങ്ങൾ ലഘൂകരിക്കുക എന്നിവ ലക്ഷ്യമിടുന്നു. 1972 ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം ആനകൾക്കും അവയുടെ ആവാസ വ്യവസ്ഥകൾക്കും നിയമപരമായ സംരക്ഷണം നൽകുന്നു. ഇത് അവയുടെ ദീർഘകാല നിലനിൽപ്പ് ഉറപ്പാക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.